നമസ്കാരം. അമ്മ സംഘടന ഇന്നൊരു കോമാളിക്കൂട്ടം പോലെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാലാപാർവതിയെ പോലുള്ള ആൾക്കാർ ഞാൻ കണ്ടതിൽ വെച്ച് ഒരു ഐഡൻറ്റിറ്റിയും ഇല്ലാത്ത ഒരു സ്ത്രീയെ പോലെയാണ് അവർ പലപ്പോഴും പെരുമാറുന്നത്. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പലപ്പോഴും അവരുടെ സ്റ്റാൻഡുകൾ, അവരുടെ പ്രസ്താവനകളിൽ തന്നെ പലപ്പോഴും പല രീതിയിലുള്ള മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിയായ അർത്ഥത്തിലൊരു നിലപാട് ഉള്ള സ്ത്രീയായിട്ട് നമുക്ക് അവരെ പരിഗണിക്കാനേ കഴിയില്ല. അവർക്ക് ഈ തരത്തിലുള്ള ഒരു അയൽക്കൂട്ട സഭകളുടെ ചുക്കാൻ പിടിക്കുവാൻ എന്നല്ലാതെ മറ്റ് കാര്യങ്ങളിലൊന്നും വളരെ കൃത്യമായി നിലപാടുള്ള ഒരാളായിട്ട് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടേയില്ല. അങ്ങനെയുള്ള ഒരു ആളാണ് അത്. പ്രത്യേകിച്ചും ഈ സീമാ വിശ്വനാഥിൻ്റെ വിഷയത്തിൽ അവരുടെ മകൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ അവർ സംസാരിച്ചു. മുമ്പ് സ്ത്രീപീഡനങ്ങൾക്കെതിരെ ഞാൻ വളരെ വലിയ മുന്നണി പോരാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന വ്യക്തിത്വമാണ്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു വിഷയം വന്നപ്പോൾ അവർ വളരെ ദുർബലമായ ഒരു സ്റ്റാൻഡാണ് സ്വീകരിച്ചത്. ഒപ്പം ഇതാരാണോ ചെയ്തത് അയാൾക്ക് അനുകൂലം എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞതും പ്രവർത്തിച്ചത്. ഇനി നേരെ തിരിഞ്ഞതിപ്പോൾ അൻസിബ ഹസൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ ഇതിന് മുന്നേ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ഓൺലൈൻ ചാനലിൽ, ഒരു ഓൺലൈൻ മാധ്യമത്തിൽ ഒരു ലേഡി ഇരുന്ന് സംസാരിക്കുന്നതാണ്. ഈ കാര്യം ഓൺ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്വേതാമാൻ ഇപ്പോൾ 15 കോടി അദാനിയിൽ നിന്ന് വാങ്ങി പോകുന്നു, അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര പ്രശ്നമെന്നൊക്കെ അവരൊരു ആ ചാനലിൽ നിന്ന് ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അതിനെ ഓൺ ചെയ്യുവാൻ ശ്വേതാമേനോൻ തയ്യാറാകണം. അത് താനിത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം അറിയണം. ഇനി അത് ചെയ്യുന്നത് അമ്മയുടെ പേരിൽ അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഇവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ വ്യക്തി എന്ന നിലയിൽ ശ്വേതാമേനോന് ആർക്ക് വേണോ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏർപ്പെടാം. അപ്പം അത്തരത്തിൽ കോർണർ ചെയ്യാൻ ശ്രമിക്കുക, ഈ BJPയുടെ ഭാഗമാണ് ഇവർ എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക. ഇനി BJPയുടെ ഭാഗമാണ് എന്ന് തന്നെ വയ്ക്കുക. ഇവർക്ക് എന്താണ് പ്രശ്നം? അവിടെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നുമില്ലാത്ത എന്ത് പ്രശ്നമാണ് ശ്വേതാമേനോനുള്ളത്? ഒരു പ്രശ്നമില്ല. അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ നാട്ടിൽ നിയമപരമായി അംഗീകരിക്കപ്പെടുന്ന ഏത് പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ അതിൻ്റെ എന്ത് അജണ്ടകളാണ് ഇവർ നടപ്പിലാക്കിയെന്ന് ആണ് പറയുന്നത്. എങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങി എന്നതിൻ്റെ പേരിൽ, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്ന് ഫണ്ട് വാങ്ങി ഒരു പരിപാടി നടത്തുമെങ്കിൽ അതിനെ ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാം, അതിനെ ചോദ്യം ചെയ്യാം. അല്ലാതെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ അവർ അംഗമാണ് എന്നും അല്ലെങ്കിൽ അവരുടെ അജണ്ടയാണ് ഇവർ സ്വീകരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് വാദിക്കുകയല്ല വേണ്ടത്. ബാബുരാജ് ഉൾപ്പെടെ അതിനകത്ത് 2 കോടി രൂപ വാങ്ങിക്കൊണ്ട് BJPയിലേക്ക് സ്ഥാനാർത്ഥികളെ സപ്ലൈ ചെയ്യുന്നു. ഇവരെല്ലാവരും അംഗീകരിച്ചതാണ്. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇവരെല്ലാവരും അംഗീകരിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ എതിർക്കുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചില്ല. അത് ഇന്ന് പൊതുമധ്യത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ അഡ്ഹോക് കമ്മിറ്റി തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനായ രമേഷ് പിഷാരടി ഇത് ഓൺ ചെയ്യുകയും അവരുടെ സംഭാഷണത്തിനിടയിൽ ഓൺ ചെയ്യുകയും ഇതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അത് ശരിയായ രീതിയല്ല, അങ്ങനെ ശരിയല്ല. അതോടൊപ്പം തന്നെ ഇവരെ അനുകൂലിക്കുന്ന കൊല്ലം തുളസിയെ പോലുള്ള ആൾക്കാർ അനുകൂലി സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ എതിർത്തു. മല്ലികാ സുകുമാരനെ സംസാരിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ ഒരു അജണ്ടയോടുകൂടി പെരുമാറുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനൊരു കോക്കസ് അതിനകത്ത് ബിൽഡപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായും അത് ചോദ്യം ചെയ്യപ്പെടും, അതിന് എതിർപക്ഷമുണ്ടാകും. ഇത് ഈ രീതിയിലല്ല ഈ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്. പൊതുമധ്യത്തിൽ കലാകാരന്മാർ കോമാളികളായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് ഒരിക്കലും ശരിയല്ല. അവർക്ക് പലർക്കും പല രീതിയിൽ പലരുടേതായ രാഷ്ട്രീയമുണ്ടാവും, രാഷ്ട്രീയ പക്ഷപാതിത്വങ്ങളുണ്ടാവും. അത് പൊതുവായി ഒരു സംഘടനയ്ക്കകത്തേക്ക് വരുമ്പോൾ അവർക്ക് എതിർക്കാം. പക്ഷേ എതിർക്കുന്നതിനും രീതികളുണ്ട്. ഇതല്ല അതിൻ്റെ ഒരു രീതി. ഇത് കുറച്ചു പേർ വന്നിരുന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് അയൽക്കൂട്ട സംഭാഷണങ്ങൾ നമുക്കിന്ന് അത്തരൊരു സംഘടനയെ കളിയാക്കി പറയുന്നതല്ല. എന്നാൽ പൊതുവിൽ പറയുന്ന തരത്തിൽ ഈ നുണക്കൂട്ടം എന്ന രീതിയിലുള്ള കുറച്ച് മനുഷ്യർ അവിടെ വന്നിരുന്ന് സംസാരിക്കുന്നു എന്ന് ഒഴിച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കഴമ്പുമില്ല. ഒരാൾ മറ്റൊരാളെക്കുറിച്ച് അനാവശ്യമായി പറയുന്നു. അനാവശ്യ കാര്യങ്ങൾ ഒരു സംഘടന ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് മാറുമ്പോൾ പൊതുവിൽ മലയാളികൾക്ക് മുന്നിൽ വളരെയധികം കലാകാരന്മാർ എന്ന നിലയിൽ ക്രിയാത്മകമായിട്ടുള്ള ചില റോളുകൾ വഹിക്കേണ്ട ഇവർ ഇത്തരത്തിൽ സംസാരിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമായ കാര്യം തന്നെയാണ്. മഹാനായ നടൻ മുരളിയാണ് ഈ അമ്മയുടെ രൂപം കൊടുത്തത് എന്നതിനെക്കുറിച്ചെങ്കിലും ഒരല്പം ആലോചിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുക. മഹാരഥന്മാരായിട്ടുള്ള ഒരുപാട് നടന്മാർ, ഒരുപാട് കലാകാരന്മാർ ഉള്ള മേഖലയാണ് മലയാള സിനിമ. ആ മലയാള സിനിമാ മേഖലയെ ഒരു കോമാളിക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഇൻഡസ്ട്രികൾ അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവുകയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ വിഷയങ്ങൾ മുന്നോട്ട് നീക്കുകയാണ് വേണ്ടത്. അല്ലാതെ വ്യക്തമായി ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ വ്യക്തിപരമായി പല കാര്യങ്ങൾ പലപ്പോഴായി പറയുന്ന ആൾക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇൻഡസ്ട്രി നീങ്ങിയാൽ തീർച്ചയായിട്ടും ജനങ്ങൾ പുച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും.